നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവഹിതത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്, ദാറ്റ്സ് റൈറ്റ്. ബട്ട് ദ സെയിം ടൈം ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള പ്ലാൻ എന്താണ്, ദൈവം എന്താണ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ആസ് എ ക്രിയേറ്റർ, സൃഷ്ടിതാവെന്ന രീതിയിൽ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ആഗ്രഹമുണ്ട്. ഒരപ്പനും മകനെ പറ്റി ഒരു ആഗ്രഹം ഉള്ളതുപോലെ അപ്പോൾ അതിനൂടെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം പഠനം പൂർത്തിയാകാറായി, ക്യാമ്പസ് സെലക്ഷനുകൾ കോളേജിലേക്ക് വരികയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പം വളരെ ആഗ്രഹമുണ്ട്, ഒരു ജോലി വേണം, കാരണം ആ ഒരു സാഹചര്യത്തിലാണ് വീടിൻ്റെ അവസ്ഥ. അപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് ക്യാമ്പസ് സെലക്ഷനുകൾക്ക് പോകുമ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ഈ ജോലി ലഭിക്കണമേ. പക്ഷേ അതിൻ്റെ അവസാനം മനസ്സില്ല മനസ്സോടാണെങ്കിൽ കൂടി ഒരു വേർഡ് കൂടി ആഡ് ചെയ്തു, എങ്കിലും എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം. എങ്കിലും എൻ്റെ ഹിതമല്ല. വലിയ കംപ്ലീറ്റ്ലി മനസ്സോടല്ലത് പറയുന്നതെങ്കിലും ആ ഒരു മെസ്സേജ് ആ സമയത്താണ് ഞാൻ കേൾക്കുന്നത്. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു മെസ്സേജ്. എവിടെയാണ് കേട്ടതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതോ ഒരു കൺവെൻഷനോ അതോ റേഡിയോയിലോ ടി വിയിലോ എവിടെയോ ഒന്ന് കേട്ടു. അപ്പം അതെന്നെ സ്പർശിച്ചു, പ്രാർത്ഥിക്കാൻ പ്രേരണ ലഭിച്ചു. മനസ്സില്ല മനസ്സോടെ എന്നാണെങ്കിലും ഞാൻ സ്വല്പം അങ്ങനെ ആ ഒരു വേർഡിങ്ങൂടെ പതുക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി എൻ്റെ പ്രാർത്ഥനയിൽ. അവസാനം എങ്കിലും എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം. അങ്ങ് എന്താണ് എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ എൻ്റെ റിക്വയർമെൻറ്റ്സാണ് ദൈവമേ, എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറ്റപ്പെടണമേ. ഒന്നിന് പുറകെ ഓരോ ക്യാമ്പസ് സെലക്ഷന് പോയി. വൻ പരാജയങ്ങളായിരുന്നു എന്നെ കാത്തിരുന്നത്. വളരെ വിഷമമുണ്ടായിരുന്നു. ഓരോന്നും ഫെയിലാകുമ്പം വളരെ വിഷമമാണ് തിരികെ വരുന്നത്. അടുത്തതിൽ പോകുമ്പം വീണ്ടും പ്രാർത്ഥിക്കും, പിതാവേ ഇതെനിക്ക് ലഭിക്കണേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് മനസ്സില്ല മനസ്സോടെ അടുത്ത പോയിൻ്റ് പതുക്കെ പ്രാർത്ഥിക്കും, എങ്കിലും എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം. പല സെലക്ഷനുകൾ പോയി, പരാജയമായിരുന്നു ഫലം. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച സമയം, ഒരു മാർച്ച് ഏപ്രിൽ സംതിങ്, വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫൈനൽ എക്സാം ബാക്കിയാണ്. ഏത് മാസമൊന്നും ഓർക്കുന്നില്ല. വീടിനുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ വീടിന് 2 ഡോറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിലത്ത് നല്ല കാറ്റ്, എയർ സർക്കുലേഷൻ ഉള്ള കൂട്ടാണ് പപ്പ വീട് പണിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം അതൊരു നല്ല ഡിസൈനിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിലത്ത് കിടക്കാൻ നല്ല രസമാണ്. കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പടിഞ്ഞാറ് വയലിൽ നിന്നുള്ള കാറ്റുകളിങ്ങനെ വീട്ടിനകത്തോടെ കയറി ഇറങ്ങുന്ന ഒരു രീതിയാണ്. അപ്പം ആകെ തകർന്ന് കിടക്കുകയാണ്. പുറത്താരോടും കാണിക്കുന്നില്ലെങ്കിലും നിലത്തിങ്ങനെ കിടക്കുകയാണ്. കോളേജിൻ്റെ ബ്രേക്കാണ്, വെക്കേഷൻ ബ്രേക്ക്, എക്സാമിന് മുമ്പുള്ള ബ്രേക്ക് എങ്ങാണ്ടാണ്, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായി. അപ്പോൾ ഈ കിടക്കുന്ന സമയത്താണ് എനിക്ക് കോളേജിൽ നിന്ന് ഒരു വിളി വരുന്നത്. അപ്പം കുറേ സെലക്ഷൻസ് വന്നു. വലിയ എന്താ പറയുക, ടോപ്പ് ടീംസുകളൊക്കെ കയറിപ്പോയിട്ടുണ്ട് കോളേജിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പോയി. അപ്പോൾ എന്താ പറയുക, കിട്ടാത്ത കുറേ പേരും അല്ലെങ്കിൽ കിട്ടിയിട്ട് പോകാത്തവരായിട്ടുള്ള കുറച്ച് പേരൊക്കെ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് അന്ന് കോളേജിൽ 3rd റാങ്ക് ഉണ്ടായിരുന്നു. 3rd റാങ്ക് ഉണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കോളേജിലല്ല മറ്റൊരു കോളേജിൽ ലാർസൺ ആൻഡ് ടൂബ്രോ വരുന്നു. അന്നൊക്കെ ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വലിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മുടെ കോളേജിലോട്ട് അവർ വരുന്നില്ല, മറ്റൊരു പ്രൈവറ്റ്, ഞാനൊരു ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്, ഒരു പ്രൈവറ്റ് കോളേജിലോട്ട് വരികയാണ്. പക്ഷേ ഇവിടുന്ന് ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഇപ്പോൾ ഉള്ളവരിൽ കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്ത് വിടാനാണ് ഇവിടുത്തെ തീരുമാനം. ഇത്ര പേർക്കേ ഉള്ളൂ ഇവിടുന്ന് വിടാനുള്ള പെർമിഷൻ, ഇത്രയും പേര് വിടുകയാണ്. അതിനകത്ത് മിക്കൽസിന് പോകാം. അപ്പം വീണ്ടും ചാടി എഴുന്നേറ്റു. ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. വീണ്ടും പ്രാർത്ഥനയുടെ സമയം. പിതാവേ, എനിക്ക് ജോലി കിട്ടണമേ, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവസാനം വീണ്ടും മൊത്തം പോയി കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. എങ്കിലും
എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ആ എക്സാം കഴിഞ്ഞു. ഇൻ്റർവ്യൂവിന് കയറി. ഞാൻ ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലായിടത്തും എക്സാം വെച്ച് തന്നെ നമ്മൾ പൊട്ടിപ്പോവും. എക്സാമിൽ തന്നെ നമ്മൾ ഔട്ടാണ്. ഇൻ്റർവ്യൂവിലോട്ട് പോലും കയറുന്നില്ല. ഇതിൽ ഞാൻ ജസ്റ്റ് എക്സാം കടക്കുകയാണ്. എന്തോ ഒരു ചെറിയ ബോർഡറിലാണ് ഞാൻ എക്സാം കവർ ചെയ്യുന്നത്. എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറിയപ്പം അവിടെ ഇരിക്കുന്നത് അന്നത്തെ സൗത്ത് ഇന്ത്യയുടെ ഹെഡാണ്. അദ്ദേഹം ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് അവരുടെ സൗത്ത് ഇന്ത്യയുടെ ഹെഡാണ്. എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം ഇപ്പോഴും എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് അദ്ദേഹമായിട്ട്. ലിങ്ക്ഡ്ഇൻ കോൺടാക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ടോപ്പ് ലെവലിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം അവിടെ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഞാൻ ആ ചോദ്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല എന്താന്ന്, അവസാനം ജസ്റ്റ് എൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് എണ്ണിച്ച് നിന്നിട്ട് പറയുകയാണ്, ഐ നീഡ് യു, ഐ വോണ്ട് യു. ആ ഒരു യാത്ര, ആ ഒരു സ്ഥാപനത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി ജോലിക്ക് പോയത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒരുപാട് ട്രബിൾസ് ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്യാനും എനിക്ക് ലൈഫിലെ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനും എന്നെ തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ മറ്റൊന്ന്, എനിക്ക് നഷ്ടപ്പെട്ട ഇൻ്റർവ്യൂസിൽ പോയ എൻ്റെ സുഹൃത്തുക്കൾ മിക്കവരും തിരിച്ച് നാട്ടിൽ വന്നതായിട്ടാണ് ഞാൻ പിന്നെ കേട്ടത്. അപ്പം ആ ഒരു പോയിൻ്റ്, ആ പ്രാർത്ഥനയിലെ ആ ഒരു പോയിൻ്റ്, പിതാവേ എൻ്റെ ഹിതമല്ല എങ്കിലും, അപ്പോൾ ഇതെല്ലാം എൻ്റെ ആവശ്യങ്ങളാണ്, പക്ഷേ എങ്കിലും എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്കറിയില്ല. അങ്ങയുടെ ഹിതം എന്താണോ അതെന്നിൽ നിറവേറ്റപ്പെടണമേ. അങ്ങയുടെ ഹിതം എന്താണോ അതെന്നിൽ നിറവേറ്റപ്പെടണമേ. പ്രാർത്ഥനയെപ്പറ്റി വചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ജൽപ്പനം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ പിതാവിന് നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ വ്യക്തമായി അറിയാം. നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, 20 വർഷം കഴിഞ്ഞ് ഇന്ന ദിവസം നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, as it is the God knows. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം എല്ലാം അറിയുന്നവനോട് പറയുകയാണ്, എല്ലാം അറിയുന്നവനോട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണ്. എല്ലാം അറിയുന്നവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു മൊമെൻ്റമാണ് പ്രാർത്ഥന. നമ്മളൊരു വലിയ ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരിന് നമ്മളുടെ 10 മണിക്കൂറത്തെ ജൽപ്പനങ്ങളെക്കാൾ പവറുണ്ട്. ഹൃദയം തകർന്നാണ് നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നതെങ്കിൽ ഓരോ തുള്ളി കണ്ണുനീരിനും ഉത്തരമുണ്ട്. സങ്കീർത്തനം 34:18 ഇങ്ങനെ പറയുന്നു. Psalms 34:18 says, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് മീൻസ് നമ്മുടെ ഹൃദയം തകർന്ന അവസ്ഥ, അത് ദൈവം നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിനെ മുഖാമുഖം കാണാൻ പറ്റുന്ന അവസ്ഥയാണത്. നമ്മൾ പൊഴിക്കുന്ന ഓരോ കണ്ണുനീരിനും അതിനുത്തരം കിട്ടിയിരിക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവഹിതത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മളുടെ ആവശ്യങ്ങളുണ്ട്. ആഗ്രഹങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ പ്രയോറിറ്റിയാണ് ആവശ്യങ്ങൾ. അതിൻ്റെ മുന്നിൽ ഒരു നോയും ഉണ്ടാകില്ല. ആഗ്രഹങ്ങൾ അല്പം വൈകിയേക്കാം, പക്ഷേ ആവശ്യങ്ങളുടെ മുന്നിൽ അവിടുന്ന് ഒരു നോയും പറയില്ല. ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്കറിയില്ല, എങ്കിലും ആരോ ഇത് കേൾക്കുന്നു, അവരോട് ദൈവം ഇടപെടുന്നു. ഈ നിമിഷം നിങ്ങളിത് കേൾക്കുമ്പോൾ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ
നിങ്ങളുടെ കരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. നിങ്ങളിത് കേൾക്കുന്നതൊരു മെഡിറ്റേഷന് വേണ്ടി മാത്രമാണെങ്കിലും ഇതുവരെയും നടത്തിയ ആ ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ് ആയി നിങ്ങളുടെ കരത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, കുറവുകളെ ക്ഷമിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്താലെ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങ് എന്നോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ക്ഷമിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ അത്ഭുതങ്ങളെ ഓരോ ദിവസവും കാണുവാൻ, അങ്ങ് കരുതിയിരിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകളുടെ ബന്ധനങ്ങളെ തകർക്കണമേ. എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും അങ്ങ് കരുതിയിരിക്കുന്നത് കാണുവാനുള്ള എല്ലാ തടസ്സങ്ങളും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അപ്പാ, ഞങ്ങളുടെ ചുറ്റും വേദനയിലായിരിക്കുന്നവരെ താങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ അനേകരെ അവിടുന്ന് ഉപയോഗിക്കുന്നത് പോലെ ഞങ്ങളുടെ ചുറ്റുമായിരിക്കുന്നവരുടെ കണ്ണുനീരെ ഒപ്പുവാൻ ഞങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ. എല്ലാം അങ്ങയുടെ ഹിതപ്രകാരമായി തീരണമേ. ഞങ്ങളുടെ ആഗ്രഹത്തേക്കാൾ അധികമായി അങ്ങയുടെ ഹിതത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.